ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. എരിവ് ചേർത്ത് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു കരമുറ സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്നാക്സിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് അരച്ചിട്ടാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 7 ഉണക്കമുളകും അതിൻ്റെ കൂടെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ അല്ലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഇതൊന്ന് അടിച്ചും കൂടി എടുക്കാം കേട്ടോ. അരച്ചെടുത്ത ഒരു മുളക് ഞാൻ ഇതേപോലെ ഇച്ചിരി വലിയൊരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഇച്ചിരി വലിയ പാത്രത്തിലേക്ക് അരപ്പെടുക്കുക കേട്ടോ. കണ്ടോ, വെള്ളം ചേർത്ത് അരച്ചപ്പോഴത്തേക്കും നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. കുറച്ചളവിൽ നമ്മൾ മുളക് എടുത്തത് കൊണ്ട് അരഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ വരുന്ന രീതിയിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ മിക്സാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് ഓയിലാണ് ഇത് വറുത്തെടുക്കുന്ന ആ ഒരു ഓയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. വറുക്കാത്ത അരിപ്പൊടി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. വറുത്ത അരിപ്പൊടിയും കൊണ്ട് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് അളവിൽ കടലമാവാണ്. മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു വെള്ളം ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് ഒരുപാട് ലൂസിലും ആവരുത്, ഒത്തിരി കട്ടിയിലും ആവരുത്. ഞാൻ ഒരു റെഡിയാക്കി എടുത്തത് കാണിച്ചു തന്നില്ല. ഒരു അരിപ്പത്തവിയിലാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അരിപ്പത്തവിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഇറ്റ് ചാടും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊരു ഷേപ്പിൽ ആ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. കട്ടിയിലാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിലൂടെ ആ ഒരു ചെറിയ ഹോളല്ലേ അതിലൂടെ നമ്മൾ ആ ഒരു തേച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്നാക്സ് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ചാടി കിട്ടില്ല. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന കറക്റ്റ് രൂപം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ ആ ഒരു മാവ് കുഴച്ചെടുക്കാൻ. ഒത്തിരി ലൂസിലും ആവരുത്, എന്നാൽ ഒത്തിരി കട്ടിക്കും ആവരുത് കേട്ടോ. ഞാനിത് ആ ഒരു അരിപ്പത്തവിയിൽ വെച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പോകുന്നതിന് മുൻപായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു അരിപ്പത്തവിയിലും എണ്ണയൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഒരു സ്നാക്സിന് കുറച്ചും കൂടി ഒരു വലിപ്പം കൂടുതൽ, ഒരു പീസിന് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും കേട്ടോ. അവർ റെഡിയാക്കി എടുക്കുന്നത് കുറച്ച് വലിയൊരു കണ്ണരിപ്പയിലാണ്. ഇതിപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും പൊരിച്ചു കോരുന്ന അരിപ്പയില്ല. അപ്പോൾ ഇതിൽ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് വലിപ്പക്കുറവുണ്ടാവും, എങ്കിലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. ഇനി നമുക്കൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുഴപ്പമൊന്നുമില്ല, നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. കട്ടിയായിട്ടാണ് ഇരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു എണ്ണയുടെ ചൂട് ഒരു മീഡിയം ചൂട് ഉണ്ടാവാൻ പാടുള്ളൂ. ഒത്തിരി ചൂടും ആവരുത്, ചൂട് കുറഞ്ഞിട്ടും ഇരിക്കരുത് കേട്ടോ. ഇതിൻ്റെ ഫ്ലെയിമും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു അരിപ്പത്തവിയിൽ നല്ല ബലത്തിന് പിടിക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ഇതേപോലെ അതൊന്ന് തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഉള്ളം കൈ കൊണ്ട് ഇതേപോലെ ആ ഒരു മാവ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഹോളിൽ കൂടി ഇതേപോലെ മുറിഞ്ഞ് ചാടിക്കോളുവേ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് വീശി കൊടുത്ത ഉടനെ തന്നെ ഒരു പപ്പടം കുത്തിയോ മറ്റോ വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ആ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു മാവ് ഇതേപോലെ മേലെ ചാടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വേറിട്ട് വേറെ പീസുകളായിട്ട് കിട്ടുമേ.
പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കേട്ടോ. ഇനി ബാലൻസ് ഇരിക്കുന്ന മാവും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ആ ഒരു സ്നാക്സ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല കിലുകിലൂന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സ്നാക്സിൻ്റെ അത്രയും വലിപ്പമില്ല. നമ്മൾ എടുത്തിരുന്ന ആ ഒരു അരിപ്പയുടെ വ്യത്യാസമാണ്. വലിയ കണ്ണുള്ള അരിപ്പയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഇതിൻ്റെ പേര് കാരസേവ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കരമുറ കഴിക്കാൻ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു കാരസേവയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.